ഇതൊക്കെ ചർച്ച ചെയ്യാതെ അദാനിക്ക് മാത്രം തീരുമാനിക്കാനാവുന്നതാണോ? കേരളത്തിന് ഇതുകൊണ്ടൊരു ഗുണവുമില്ല. ഇപ്പോൾ ലാഭം വിഴിഞ്ഞം കൊണ്ട്. ഇനി കുറച്ച് ധന്വന്തരി കുഴമ്പെടുത്ത് വെച്ചോ. ആടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എനിക്കൊന്ന് പുരട്ടാനാ. ബുദ്ധിജീവിടാ ക്ണാപ്പാടാ. എടാ ഇന്നെങ്കിലും പോയി അടിച്ചനച്ച് കുളിച്ചിട്ട് വേണമെങ്കിൽ അവന്റെ ബോഡിക്ക് റീത്ത് വെക്കാൻ പാടാ. എല്ലാത്തിനും കാണിച്ചു തരാം. ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായി. ലാഭം വിധം 30 വർഷക്കാലം അദാനിക്കുള്ളതാണ്. കേരളത്തിനുള്ള ഗുണം അതിൻ്റെ ബാക്ക്വേർഡ് ലിങ്കേജസ്, അവിടെ ഈ ലോജിസ്റ്റിക്സ് പാർക്കുകളും ബാക്കി സൗകര്യങ്ങളും എല്ലാം ഉണ്ടാക്കാൻ വേണ്ടി അതിൽ നിന്ന് ഉണ്ടാവുന്ന വികസനം. എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ആ വികസനത്തെ ഏതെങ്കിലും ബാധിക്കുമോ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതല്ലേ. മൂന്നാമത്തത്, ചില ശുദ്ധാത്മാക്കൾ പറയുന്നത് ഓഹരികളുടെ വില കൂടുന്നത്, മൂല്യം കൂടുന്നത് സാധാരണ സംഭവമാണ്. ഇയാൾക്ക് എന്താണ് വയ്യേ? 100 രൂപ ഓഹരി വിലയുള്ളതിന് 200 രൂപയാവുന്നു, 300 രൂപയാവുന്നു, 400 രൂപയാവുന്നു. അപ്പോൾ അദാനി കമ്പനിയുടെ ഓഹരിക്ക് ഇത്രയും മൂല്യം കൂടിയതിൽ അവരുടെ മികവല്ലേ? നിങ്ങളെന്തിനാ അതിൽ പ്രതിഷേധിക്കാൻ നിൽക്കുന്നത്? ഓവർ സ്മാർട്ട് ആവുന്നൊന്നല്ല, ഗതികേട് കൊണ്ടാ. പ്രശ്നം എന്താ? 2500 കോടിയെ മുടക്കുന്നുള്ളൂ അദാനി കമ്പനി. ബാക്കി 7000 കോടി രൂപ മുടക്കുന്നത് കേരള സർക്കാരാണ്. ആ 2500 കോടി രൂപ മുടക്കുന്ന അദാനി കമ്പനിയുടെ മൂല്യം 2500 കോടി 10 വർഷം കൊണ്ട് 25,000 കോടിയായിരിക്കുന്നു നീ പറയണത്. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. ഇത്രയും മൂല്യവർദ്ധന വെച്ചാൽ 19% 13,000 കോടിയല്ലേ കിട്ടുന്നത്. ഇതിന് അനുവാദം കൊടുക്കുമ്പോൾ ഈ കേരള സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ള ഏകപക്ഷീയമായിട്ടുള്ള കരാറിന് എന്തെങ്കിലും അഡീഷണലായിട്ട് കേരളത്തിൽ ചെയ്യും എന്ന് അവരുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടോ? പുള്ളിക്ക് ഇത്രയും താടിയില്ലായിരുന്നല്ലോ. അവിടെ നിന്ന് ഇറങ്ങിയപ്പം ക്ലീൻ ഷേവായിരുന്നു. നടന്നു തുടങ്ങിയപ്പോൾ വളർന്നേരിക്കും. ഓ, ഇങ്ങനെയാണെങ്കിൽ നരയ്ക്കും. ചർച്ച വേണ്ടേ? അവസാനം ഈ മാതൃകയിലാണോ വിഷൻ സമുദ്രയിൽ വികസനം കൊണ്ടുവരാൻ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പോകുന്നത്? സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. ഇവിടെ കിടന്നാലും അറിഞ്ഞില്ല. ഞാൻ പോട്ടാ. ഞാനും വരുന്നു. ചുമ്മാ വരി. ഹലോ സാറന്മാരെ നമസ്കാരം. ഒന്ന് പോടാ. ധൈര്യം ഉണ്ടെങ്കിൽ അടിച്ചിട്ട് പോടാ പട്ടികളെ.